എല്ലാവർക്കും നമസ്കാരം. പി സി ജോർജ് എയറിലോട്ട് കയറിയിരിക്കുകയാണ്. ജോസ് കെ മാണിയുടെ ഭാര്യയായ നിഷ ജോസിനെ കുറിച്ചൊരു പരാമർശം പി സി ജോർജ് നടത്തുകയുണ്ടായി. അവരുടെ മുല കീറിപ്പോയതാണ്, അവരുടെ ഒരു മുല കീറിയതാണ് എന്ന തരത്തിലുള്ള സംസാരങ്ങളുണ്ടായി. അതോടുകൂടിയാണ് പി സി ജോർജിനെ എല്ലാവരും അങ്ങ് എയറിലോട്ട് കയറ്റി. പി സി ജോർജിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വാവോയ കോടാലിയാണ് പുള്ളി. വായ്ത്തലയില്ലെങ്കിലും എവിടെയെങ്കിലും കയറി അങ്ങ് കൊള്ളും, എന്നാൽ ഒരു കാര്യമില്ലാത്തടത്തായിരിക്കും അത് എന്നതുപോലെയാണ് ഇപ്പോൾ പി സി ജോർജിന് വന്നിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു പരാമർശം നടത്തേണ്ട യാതൊരു കാര്യമില്ല. അതൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു മനുഷ്യനാണ് പി സി ജോർജ് എന്ന് പറഞ്ഞാൽ. പുള്ളിയുടെ എല്ലാ സംസാരങ്ങളും എല്ലാ പരാമർശങ്ങളും ഇങ്ങനെ തന്നെ വിവാദം സൃഷ്ടിക്കുന്നതായി ഏത് സമയം മാറാറുണ്ട്. പുള്ളി വാ തുറന്നാൽ മതി, പിന്നെ അടുത്തത് എയറിലാണ്, പിന്നെ താഴെ ഇറങ്ങാൻ സമയം കിട്ടില്ല. അങ്ങനെ പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ തുണി പറിച്ചുള്ള യാത്രയെക്കുറിച്ച് ഞാൻ കേട്ടു, അതോടൊപ്പം അവളുടെ ഒരു മുല കീറിയതാണ്. ഈ നിഷ ജോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അവർക്ക് ക്യാൻസർ ആയിരുന്നു. ക്യാൻസറിന് ശേഷം അവരുടെ മുലയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനെക്കുറിച്ചാണ് പുള്ളി പറയുന്നത്. അതങ്ങനെ ഒരു നിസാരമായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. അതിനുശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ ജോസ് കെ മാണിയുടെ ഭാര്യ കാരുണ്യ സന്ദേശ യാത്ര എന്നൊരു പരിപാടി നടത്തുന്നുണ്ട്. ക്യാൻസർ ധനാർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ക്യാൻസർ അവിടെ മുല കീറിപ്പോയതാണ്, അറിയത്തില്ലേ? അവിടെ ഒരു മുല റിമൂവ് ചെയ്തതാണ്. ക്യാൻസർ ആണ് നമുക്ക്, അതുകൊണ്ടായിരിക്കും നമ്മള് അതുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ആർക്കറിയാം? ഇപ്പം വലിയൊരു എന്താണ് സോഷ്യൽ പ്രവർത്തകയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മനുഷ്യനാണ്, കളിപ്പീരാണ്, നമുക്ക് അത് കഴിയില്ല. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ ഫോൺ വിളിക്കുന്ന വ്യക്തി പറയുകയാണ്, ഇങ്ങനെ ഒരു ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിഷ ജോസ് ഇങ്ങനെ ഇത് നടത്തുന്നുണ്ട്, ഒരു ബോധവൽക്കരണ ക്ലാസ് അല്ലെങ്കിൽ ചികിത്സ എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പേടിച്ചിരിക്കുന്നവരുണ്ടാവാം. അങ്ങനെയുള്ളവർക്കൊന്നും അങ്ങനെ പേടിയോടെ അതിനെ സമീപിക്കേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിലൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് നിഷ ജോസ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. എന്നാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള വൈരാഗ്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ യാത്ര ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. പി സി ജോർജിൻ്റെ ചിന്താഗതി പ്രകാരം ഇതൊന്നും അങ്ങനെ ആരെയും ബോധവൽക്കരിക്കേണ്ട ആവശ്യമില്ല എന്നതൊക്കെ ആയിരിക്കാം ചിന്തിക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവാം ഇതിനെക്കുറിച്ചൊക്കെ അത്ര ഒരു ഇതൊന്നും ഇല്ലാത്തവർ. കാരണം അവർക്ക് ഇങ്ങനെ പുറത്ത് പറയാൻ മടിയുള്ളവരോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നവരോ, നിരാശപ്പെട്ടു പോയിട്ടിരിക്കുന്നവരോ, ഞങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്നവർക്ക് ഇത് പ്രചോദനമായി മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവരെ പോലെ രോഗത്തിൽ നിന്ന് മുക്തി നേടിയവർ ഇങ്ങനെ പുറത്തോട്ട് വന്ന് സംസാരിക്കുമ്പോൾ ഈ രോഗം ബാധിച്ചവർക്ക് അതിനെക്കുറിച്ച് ഒരു ടെൻഷനില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമവർക്ക്. അതായത് ഒരു ജീവൻ രക്ഷിക്കുന്ന തരത്തിലാണ് ഇത്. കാരണം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ ക്യാൻസർ എന്ന രോഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചില സ്ത്രീകൾക്ക് ഭയങ്കര പേടിയായിരിക്കും. കാരണം ഈ ബ്രസ്റ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതൊരു കീറിക്കളയുമ്പോൾ ഉള്ള അവസ്ഥ, അവരുടെ മാനസികാവസ്ഥ, അവരുടെ ഫിസിയോളജിക്കലി വരുന്ന മാറ്റങ്ങൾ, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളിലൂടെ ചിലപ്പോൾ അവർ കടന്നു പോകും. അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അറിയില്ലാത്തവരുണ്ടാവാം. ചിലപ്പം 4th സ്റ്റേജൊക്കെ എത്തിയിട്ട് വരെയാണ് പലരും പല സത്യങ്ങളും അറിയുന്നത്, അയ്യോ എനിക്ക് ക്യാൻസർ ആയിരുന്നോ എന്നതുവരെ. കാരണമുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ അതിന് ഉപകരിക്കും. അപ്പോൾ അത് പി സി ജോർജിന് അറിയില്ല അതിൻ്റെ ആവശ്യം എന്തെന്ന് പുള്ളിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അത്ര അപമാനിച്ച് അല്ലെങ്കിൽ ഇതൊരു പരിഹസിച്ച രീതിയിൽ സംസാരിക്കത്തില്ലായിരുന്നു പുള്ളി. കാരണം അവളുടെ ഒരു മുല കീറിക്കളഞ്ഞതാണ്, അവൾ തുണി പറിച്ചുള്ള യാത്ര ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? അങ്ങനെ ഒരാൾ ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ രാഷ്ട്രീയം മറന്നു വേണം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ. രാഷ്ട്രീയപരമായി ചിലപ്പം നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ, ഒരു പാർട്ടിക്ക് ഒരു പാർട്ടിനെ കാണാൻ പാടില്ല, പാർട്ടിയിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തുരുത്തിക്കുത്തും ബഹളോ, അതൊക്കെ മാറ്റിവെക്കണം ഇങ്ങനെയുള്ള സന്ദർഭം. കാരണം ഇത് പൊതുജനത്തിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിലേക്കാണ് ആ സ്ത്രീ ചെയ്തത്. അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ഈ മാതിരി അവരെ ഒരു എന്താ പറയുക, ഒരു നികൃഷ്ട പോലെ സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല, ഇവരൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന തരത്തിലൊന്നും സംസാരിക്കുന്ന ഒരു പൊതുപ്രവർത്തകന് ഒട്ടും ചേർന്ന പരിപാടിയല്ല. അതുമായിട്ട് അവളെ ഇറങ്ങിയേക്കുവാന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് അവളെ ഇറങ്ങിയത്? ഈ ബോധവൽക്കരണ ക്ലാസ്സിന് വേണ്ടിയല്ല, വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ഇറങ്ങിയത്. നിങ്ങളും ആ പോഴ കോടാലിയെന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എന്നും വിചാരിച്ചുകൊണ്ട് വായി വരുന്നത് എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ സംസാരിക്കരുതായിരുന്നു. ഇതിലപ്പുറം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഫോണിൽ സംസാരിക്കുന്ന രണ്ട് വ്യക്തികൾ, ഒന്ന് പി സി ജോർജ് ഒന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ, ആ വ്യക്തിയുടെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അയാളും പരിഹസിക്കുന്ന തരത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ബോധവൽക്കരണം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾ കേട്ടല്ലേ ആ സൗണ്ട്? ആ പുള്ളിയുടെ ആ ഒരു വാക്കിൽ അല്ലെങ്കിൽ ആ സൗണ്ട് മോഡുലേഷനിൽ എത്ര പരിഹാസത്തോടെയാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുപോലെയാണ് അവരെ കളിയാക്കുവാണ്. ഈ നിഷ ജോസിനെ കളിയാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പി സി ജോർജിൻ്റെ വായിന്ന് എന്തെങ്കിലും വീഴ്ത്തണം, അതല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് വീഴുമ്പോൾ അതെടുത്തിട്ട് ഞങ്ങൾക്ക് ന്യൂസാക്കാം എന്ന് കരുതിയ അയാൾ പറഞ്ഞെങ്കിൽ അയാൾ ചെയ്തതും തെറ്റ് തന്നെയല്ലേ? അയാൾ ഈ സ്ത്രീയെ പരിഹസിക്കുവാണ്.
അയാൾ പരിഹസിച്ചൊരു അതിനുവേണ്ടി ഇറങ്ങിയതായിരിക്കും എന്ന തരത്തിൽ സംസാരിക്കാൻ പാടുണ്ടായിരുന്നോ? അപ്പോൾ അവർ രണ്ടുപേരും തെറ്റുകാരാണ്, അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഒരാൾ ഒരു സദുദ്ദേശത്തോടു കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. PC ജോർജ് പിന്നെ അങ്ങനെയാണ്. PC ജോർജിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങേരും ഇട്ട് കൊടുത്തോണ്ടിരിക്കുക, ഇങ്ങനെ അരി വിതറിയിട്ട് കോഴീനെ പിടിക്കാതിരിക്കുന്ന പോലെ. അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ? നിങ്ങൾ അവരുടെ വായന എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് നിങ്ങൾക്കത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളും ചെയ്തു. അയാളോട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വാക്കിലും പരിഹാസം തന്നെയാണുള്ളത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തോ തോന്നിയോ? നിങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.